സ്വർണ്ണക്കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല. കടകംപള്ളിക്കും വാസവനുമെതിരെ ആരോപണമുയർത്തി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവനിലേക്കും എത്തുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മന്ത്രിമാർ അറിയാതെ ശബരിമലയിൽ ഇത്ര വലിയ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതിനാലാണ് കേസിന്റെ അന്വേഷണം ഇത്രയെങ്കിലും മുന്നോട്ടു പോയതെന്നും അല്ലെങ്കിൽ നേരത്തെ തന്നെ അന്വേഷണം വഴിമുട്ടുമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് എന്നും ഭക്തർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കിയ കെ മുരളീധരൻ ദേവസ്വം മുൻ ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ടെന്നും ആരോപിച്ചു. അതിനാലാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാടെടുക്കാത്തതെന്നും കൂട്ടിച്ചേർത്തു. ഭക്തരുടെ മനസ്സിന് മുറിവേറ്റു. അവർ കാണിക്കയായിട്ട് സമർപ്പിച്ചത് അടിച്ചുമാറ്റുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും കെ മുരളീധരൻ പ്രതികരിച്ചു. ഗോവിന്ദൻ മാഷിന് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, അതൊന്നും മനുഷ്യർക്ക് ദഹിക്കില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് പറയുന്ന സിദ്ധാന്തങ്ങൾ മാഷ് സിദ്ധാന്തമാണെന്നും അത് യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോഴാണ് കുറ്റക്കാർ ആവുന്നതെന്നും കുറ്റം ആരോപിച്ചുവെന്ന് സംശയിച്ചാൽ ആ വ്യക്തി സംശയത്തിന്റെ നിഴലിലാണെന്നും അവിടെയാണ് പാർട്ടിക്ക് ഒരു നിലപാട് വേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു. പത്മകുമാർ പല കാര്യങ്ങളും വിളിച്ചു പറയും എന്നതുകൊണ്ടാണ് പാർട്ടി നടപടിയെടുക്കാത്തതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരായി തുടരുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും കെ മുരളീധരൻ താക്കീത് നൽകി. നാളെ 3 മണി വരെ സമയമുണ്ടെന്നും അതിനുശേഷവും വിമതരായി തുടരുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുറത്താക്കുന്നവരെ പിന്നെ തിരിച്ചെടുക്കുമെന്നൊരു പ്രതീക്ഷയും വേണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാനെത്തിയവർ നേതാക്കളെ സഹായിക്കാനായി വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.